നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ വീണ്ടും മുത്തമിട്ട തൃശൂർ ഈസ്റ്റ് ഉപജില്ല. 906 പോയിന്റ് നേടിയ ഇരിങ്ങാലക്കുട ഉപജില്ല 2ാം സ്ഥാനത്ത്, ആതിഥേയരായ കുന്നംകുളം ഉപജില്ല 3ാമത്. കലോത്സവ കാഴ്ചകളുടെ സമഗ്ര കവറേജിന് സിസിടിവിക്ക് ആദരം. ഗുരുവായൂർ ഏകാദശി എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധി പാലിച്ച് നടത്താൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഏകാദശി ദിവസം രാവിലെ 9 മണിക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനയോടെയുള്ള എഴുന്നള്ളിപ്പും ഗജരാജൻ കേശവൻ അനുസ്മരണവും ഹൈക്കോടതി വിധി പാലിച്ച് നടത്തും. ചോട്ടിലപ്പാറ നിവാസികളുടെ സ്വപ്നം പൂവണിയുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,90,00,000 രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. യാക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. മലങ്കര മെത്രാപ്പൊലിത്തയും എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ബാവയാകും. വാർത്തകൾ വിശദമായി. അജയ്യരായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ വീണ്ടും മുത്തമിട്ട തൃശൂർ ഈസ്റ്റ് ഉപജില്ല 934 പോയിന്റ് നേടിയാണ് ഈസ്റ്റ് ഉപജില്ല ഒന്നാമതെത്തിയത്. 906 പോയിന്റ് നേടിയ ഇരിങ്ങാലക്കുട ഉപജില്ലയാണ് 2ാമത്. 900 പോയിന്റുമായി ആതിഥേയരായ കുന്നംകുളം ഉപജില്ല 3ാമതെത്തി. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കുന്നംകുളം ടൗൺ ഹാൾ, CV ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവയുൾപ്പെടെ നഗരത്തിലെ വിദ്യാലയങ്ങളിലായി സജ്ജമാക്കിയ 17 വേദികളിലായാണ് ജില്ലാ കലോത്സവം അരങ്ങേറിയത്. 319 ഇനങ്ങളിലായി 7000-ലധികം കലാപ്രതിഭകൾ മാറ്റുരച്ച കലാമാമാങ്കത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് തൃശൂർ ഈസ്റ്റ് ഉപജില്ല കനകക്കപ്പ് കൈപ്പിടിയിലൊതുക്കിയത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് മത്സരങ്ങൾ സമാപിച്ചത്. സ്കൂൾ അടിസ്ഥാനത്തിൽ 275 പോയിന്റ് നേടി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനക്കാരായി. തൃശൂർ സേക്രഡ് ഹാർട്ട് 242 പോയിന്റുമായി 2ാമതെത്തിയപ്പോൾ 234 പോയിന്റ് സ്വന്തമാക്കി പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനം ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കുക എന്നതിനപ്പുറം മത്സരിക്കുക എന്ന നിലയിലേക്ക് മാറുമ്പോൾ കലോത്സവം കച്ചവടോത്സവമായി മാറുമെന്ന് ടൈസൺ മാസ്റ്റർ പറഞ്ഞു. 17 വേദികളിൽ എനിക്ക് എപ്പോഴും ഞാൻ CSC പറയാറുള്ളത്, ഇത്രമാത്രം തൊട്ട് സ്റ്റേജ് വരുന്ന സമയത്തുള്ള മറ്റൊരു സ്ഥലം ജില്ലയിൽ വേറെ ഉണ്ടാകാൻ കഴിയും. അത്രമാത്രം അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നു. CSC മുതൽ വഹിച്ച പങ്കുമൊക്കെ ഇതിൽ വളരെ വലുതാണ്. സ്റ്റേഡിയം കുട്ടികളുടെ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പെരിയാറിന്റെ ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഈ സൗകര്യത്തിന്റെ രക്ഷ. അത് നമുക്ക് ആവോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ചെറിയ പട്ടണമാണ് കുന്നംകുളം. അതുകൊണ്ട് വേദിയുടെ കാര്യത്തിൽ വല്ലാതെ പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നഗരത്തിലെ സർക്കാർ സ്കൂളുകളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം നമുക്ക് ഈ കലോത്സവത്തിന് വേണ്ടി അവരെ എല്ലാ സഹായവും നമുക്ക് ചെയ്തു തന്നു എന്ന് നിങ്ങൾക്കറിയാം, പങ്കാളികളായവർക്ക്. ഗാനരചയിതാവ് BK ഹരിനാരായണൻ വിശിഷ്ടാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, ജനപ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കലോത്സവത്തിന് ഭക്ഷണമൊരുക്കിയ മധു നന്ദിപുലം, ലൈറ്റ് ആൻഡ് സൌണ്ട് ഒരുക്കിയ MB ഇവന്റ്സ് ഉടമ ബാബു പോൾ, പരിസ്ഥിതി സൌഹൃദ സ്റ്റേജ് ഒരുക്കിയ നാരായണൻകുട്ടി, പന്തൽ ഒരുക്കിയ അബ്ദുൾ സക്കീർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ CCTVക്ക് ആദരം. കുന്നംകുളം ആതിഥേയത്വം വഹിച്ച 35ാമത് റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ CCTVക്ക് ആദരമൊരുക്കി സംഘാടകർ. 5 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങൾ തത്സമയ സംപ്രേഷണത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും കലോത്സവ വേദിയിൽ സജ്ജമാക്കിയ സ്റ്റുഡിയോ വഴി മത്സരങ്ങളിലെ വിജയികളെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കുകയും ചെയ്ത് കലോത്സവത്തെ ജനകീയമാക്കിയ പ്രവർത്തനങ്ങൾക്കാണ് ആദരവ് നൽകിയത്. കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ CCTV മാനേജ്മെന്റ് പ്രതിനിധികളായ KC ജോസ്, CI ബിജു, V ശശികുമാർ, CO ബിജു, സീനിയർ സബ് എഡിറ്റർ രമ്യ സനിൽ, സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി എന്നിവർ ചേർന്ന്
ഇ.ടി. ടൈസൺ മാസ്റ്റർ MLA-യിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. കലോത്സവം ആരംഭിച്ചതു മുതൽ സമാപിക്കുന്നതുവരെയുള്ള മത്സരങ്ങൾ ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് CCTV ആയിരുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി മേഖലയിലെ കലോത്സവങ്ങൾ പ്രേക്ഷക സമക്ഷം എത്തിക്കുന്നത് ജനപ്രിയ പ്രാദേശിക ചാനലായ CCTV-യാണ്. CCTV ന്യൂസ്, കുന്നംകുളം. തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സ്ഥാനം ഇബ്രാഹിം പഴവൂരിന് ലഭിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ് അംഗമായ ഇബ്രാഹിം CCTV, TCV എരുമപ്പെട്ടി ബ്യൂറോ ക്യാമറാമാൻ കൂടിയാണ്. സമാപന സമ്മേളനത്തിൽ ഇ.ടി. ടൈസൺ മാസ്റ്റർ MLA, AC മൊയ്തീൻ MLA എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി. പ്രോഗ്രാം മീഡിയ, പബ്ലിസിറ്റി കമ്മിറ്റികളുടെ ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. മീഡിയ കമ്മിറ്റി കൺവീനർക്ക് ആദരം. കുന്നംകുളത്ത് നടന്ന 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടനത്തിന്റെ ഭാഗമായുള്ള മീഡിയ കമ്മിറ്റി കൺവീനർ PT കിറ്റോ മാസ്റ്ററെ ആദരിച്ചു. മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ ശേഖരിക്കുന്നതിനും സുഗമമായി വാർത്തകൾ നൽകുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിന് ഓപ്പൺ ഫോർ ന്യൂസ് ഓൺലൈൻ ചാനലാണ് കിറ്റോ മാസ്റ്റർക്ക് ആദരമൊരുക്കിയത്. മീഡിയ റൂമിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ കിറ്റോ മാസ്റ്ററെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഓപ്പൺ ന്യൂസ് ചീഫ് എഡിറ്റർ ജയപ്രകാശ് ഇലവന്ത്ര, KL8 ചീഫ് എഡിറ്റർ M ബിജുപാൽ, ഓപ്പൺ ന്യൂസ് സബ് എഡിറ്റർ സിന്ധു സലി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ഏകാദശി എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധി പാലിച്ച് നടത്താൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിനുള്ളിലെ എഴുന്നള്ളിപ്പ് ഏകാദശി ദിവസം രാവിലെ 9 മണിക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനയോടെയുള്ള എഴുന്നള്ളിപ്പ്, ഗജരാജൻ കേശവൻ അനുസ്മരണം എന്നിവ പൂർണ്ണമായും ഹൈക്കോടതി വിധി പാലിച്ചായിരിക്കും നടക്കുക. ആനകൾ തമ്മിലുള്ള അകലം, ആനകളും ആളുകളും തമ്മിലുള്ള അകലം, ആനയും തീപ്പന്തങ്ങളും തമ്മിലുള്ള അകലം എന്നിവയിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള നിബന്ധനകൾ കർശനമായി പാലിക്കും. ദശമി ദിനത്തിൽ നടക്കുന്ന കേശവൻ അനുസ്മരണത്തിന് തിരുവെങ്കിടത്ത് നിന്നും നിശ്ചിത അകലം പാലിച്ച് 5 ആനകളെ മാത്രം പങ്കെടുപ്പിക്കും. പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് രാവിലെ 6:30 പുറപ്പെടും. ഒരാനയെ മാത്രമാണ് എഴുന്നള്ളിക്കുക. എഴുന്നള്ളിപ്പ് 9 മണിക്കുള്ളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസവും 3 നേരം നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിലും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരാനയെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതിയെന്നും ഭരണസമിതി യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. വടക്കേക്കാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ പുന്നേർകുളം ആറ്റുപുറം സ്വദേശി പുലിക്കൂട്ടിൽ വീട്ടിൽ പ്രണവ്, മേലിട്ട് വീട്ടിൽ എബിൻ, കാൽനട യാത്രക്കാരനും ആണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചോട്ടിലപ്പാറ നിവാസികളുടെ സ്വപ്നം പൂവണിയുന്നു. 6 വർഷം മുൻപ് തകർന്ന തൂവാനൂർ ചോട്ടിലപ്പാറ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. 2018 പ്രളയത്തിൽ തകർന്ന ചൂണ്ടൽ പഞ്ചായത്തിലെ 15ാം വാർഡ് തുവാനൂരിൽ ഉൾപ്പെടുന്ന ചോട്ടിലപ്പാറ പാലത്തിന് പകരം നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. റീബിൽഡ് കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ അനന്തു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,90,00,000 രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. 6 മീറ്റർ വീതിയിലും 15 മീറ്റർ നീളത്തിലും നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി 5 മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് കരാർ. RK കുര്യൻ ആൻഡ് കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. CCTV ന്യൂസ്, കേച്ചേരി. യാക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. മലങ്കര മെത്രാപ്പോലിത്തയും എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ബാവയാകും. മലയക്കുരിശ് ദയാറയിൽ ഞായറാഴ്ച ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയർക്കിസ് ബാവ നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്ഥാനാരോഹണ ചടങ്ങുകൾ പിന്നീട് നടത്തും. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ വിൽപത്രത്തിൽ തന്റെ പിൻഗാമിയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയെ നിയമിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ഫുഡ് കോർട്ടും ഓപ്പൺ ജിമ്മും നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം 1 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തതിനെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ദോശ ചുട്ട് പ്രതിഷേധിച്ചു.
മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മേൽപ്പാലത്തിന് താഴെ ദോശ ചുട്ട് സമരം നടത്തിയത്. സൗന്ദര്യവൽക്കരണം നടത്താതെ സാമൂഹ്യ വിരുദ്ധർക്ക് താവളം ഒരുക്കുകയാണ് അധികൃതർ ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. 100ഓളം ദോശ ചുട്ട് തെരുവിൽ കഴിയുന്നവർക്ക് നൽകി. പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ശൈലജ ദേവൻ, റാബിയ ജലീൽ, ഷിൽവ ജോഷി, അനിത ശിവൻ, സൈനബ മുഹമ്മദ്, സുഷ ബാബു, പ്രമീള ശിവശങ്കരൻ, നവ്യ നവനീത് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ കുന്നംകുളം കഥാ ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബദനി കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഇവിടെ പങ്കെടുക്കുന്നത്. കാരണം ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആക്ച്വലി മറ്റ് പല സംഘടനകളും മറ്റ് പല പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. വായന മറ്റ് പല കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കാണ് കുന്നംകുളം കഥാ ക്ലബ്ബ് പ്രവർത്തിച്ച് വരുന്നത്. ഇതിപ്പോൾ പുസ്തകം, വായന, കഥ അങ്ങനെയല്ല, എല്ലാ മേഖലകളും കവർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് പോകുന്നത് എന്നാണ് അറിയുന്നത്. കൂടുതലായിട്ടുള്ള ഏരിയയിലോട്ട് കൂടുതൽ ആൾക്കാർക്കും കൂടുതൽ ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം എത്തട്ടെ എന്നും കൂടെ അറിയിക്കുന്നു. കഥാ ക്ലബ് പ്രസിഡന്റ് ലിജോ ചിരൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ഇർഷാദ് കഥാ ക്ലബിന്റെ വെബ്സൈറ്റ് പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മുൻ മലയാളം വിഭാഗം മേധാവി ശങ്കരനുണ്ണി ആമുഖ പ്രഭാഷണവും ഡോക്ടർ ദാമോദരൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. ചിത്രകാരന്മാരായ KK സുകുമാരൻ, ബിജു K ജോൺ എന്നിവരുടെ കുന്നംകുളം പ്രദേശത്തെ ആസ്പദമാക്കിയുള്ള ഫോട്ടോ സ്കെച്ച് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OIC നിർവഹിച്ചു. കുന്നംകുളത്തെ അന്തരിച്ച പ്രമുഖ ചരിത്രകാരൻ അഡ്വക്കേറ്റ് ഡോക്ടർ PC മാത്യു പുലിക്കോട്ടിലിന്റെ സ്കെച്ച് കുടുംബാംഗങ്ങൾക്ക് കൈമാറി. കുന്നംകുളം പട്ടണത്തിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് വരച്ചു കാണിച്ച ചിത്രങ്ങൾ ചടങ്ങിൽ ഏറെ ശ്രദ്ധ നേടി. കഥാ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ഫാദർ ബെഞ്ചമിൻ OIC ചടങ്ങിൽ വിതരണം ചെയ്തു. കുന്നംകുളത്തെ വിവിധ സംഘടനാ പ്രതിനിധികളായ PN വിനോദ് കുമാർ, KP സാക്സൺ, രഞ്ജൻ മാത്യു, CK അപ്പുമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ക്ലബ് പ്രതിനിധികളായ VC ഗീവർഗീസ്, രാജശ്രീ ടീച്ചർ, മഞ്ജു ഗവിൻ, കിരൺ രാജ് പോർക്കുളം, അനീഷ് ആർത്താറ്റ് എന്നിവരും സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. താരദമ്പതിമാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മോഡലായ തരിണി കലിംഗരായറാണ് വധു. രാവിലെ 7:30 മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന് മുന്നിലെ 1-ാം നമ്പർ മണ്ഡപത്തിലാണ് താലികെട്ട് നടന്നത്. നടൻ ജയറാം വധൂവരന്മാരുടെ കൈപിടിച്ചു നൽകി. താലികെട്ടിനു ശേഷം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള സ്വകാര്യ ഹോട്ടലിൽ വിവാഹ സദ്യയും ഉണ്ടായിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, നടനും MP-യുമായ സുരേഷ് ഗോപി, നടൻ സിദ്ദിഖ്, സംവിധായകരായ സത്യൻ അന്തിക്കാട്, മേജർ രവി തുടങ്ങിയവരും അടുത്ത ബന്ധുക്കളുമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ഇഷ്ടതാരങ്ങളെ കാണാനും വിവാഹ ചടങ്ങുകൾ ക്യാമറയിൽ പകർത്താനുമായി ആരാധകർ തിക്കിത്തിരക്കി. ഗുരുവായൂർ ACP KM ബിജുവിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. സദ്യയ്ക്ക് ശേഷം വിവാഹ സംഘം നെടുമ്പാശ്ശേരിയിൽ നിന്നും ചെന്നൈയിലേക്ക് വിമാനത്തിൽ യാത്രയായി. സിനിമാ മേഖലയിലുള്ളവർക്കായി 11-ന് ചെന്നൈയിൽ വിവാഹ സൽക്കാരം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹവും ഇക്കഴിഞ്ഞ മെയ്യിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലാണ് നടന്നത്. ജയറാമും പാർവതിയും 1992 സെപ്റ്റംബർ 7-ന് ഗുരുവായൂരിലാണ് വിവാഹിതരായത്. CCTV ന്യൂസ് ഗുരുവായൂർ. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും കൌൺസിലിംഗ് വിദഗ്ധനുമായ ജോയ് ചീരൻ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകളും അഭിരുചിയും തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ കോഴ്സുകൾ തെരഞ്ഞെടുത്ത് പഠിക്കുന്നതിനും തൊഴിൽ സാധ്യതകൾ, ഉന്നത വിദ്യാഭ്യാസ ഓപ്ഷനുകൾ, സ്കോളർഷിപ്പുകൾ, ആധുനിക ലോകത്തെ നൂതന തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ഭാവിയിലെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കാനുള്ള വഴികാട്ടിയായി കരിയർ ഗൈഡൻസ് ക്ലാസ് പ്രയോജനപ്പെട്ടുവെന്ന് ഫീഡ്ബാക്കിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അറിയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി എന്നിവർ നേതൃത്വം നൽകി. അരിമ്പൂർ വാരിയം കോൾ പാടശേഖരത്തിലെ സ്ഥിരം വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി യോഗം ചേരുന്നു. ഡിസംബർ 11-ന് മുരളി പെരുന്നെല്ലി MLA-യുടെ നേതൃത്വത്തിൽ കർഷക പ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും സംയുക്ത യോഗമാണ് ചേരുക.
ചെറിയ മഴ പെയ്താൽ പോലും കനാൽ കരകവിഞ്ഞ വാരിയംകോൾ പാടശേഖരങ്ങളിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിവിധ വകുപ്പുകളുടെയും കർഷക പ്രതിനിധികളുടെയും പാടശേഖര സമിതി ഭാരവാഹികളുടെയും സംയുക്ത യോഗം ഡിസംബർ 11 രാവിലെ 10:30 അരിമ്പൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് മുരളി പെരുന്നെല്ലി MLA അറിയിച്ചു. വാരിയംകോൾ, വിളക്കുമാടം കോൾപാടശേഖരങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 400 ഏക്കർ കൂടുതൽ വരുന്ന കൃഷിനിലം കൃഷി നടത്തിയ ആ വിളവ് ആകമാനം തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴ മൂലം പൂർണ്ണമായും നശിക്കുന്ന പരുവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ വിളക്കുമാടം ഈ പടവിനെ അവരെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന മറ്റ് പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടാൻ അടിച്ചു കളയാൻ ആവശ്യമായ രൂപത്തിലുള്ള മോട്ടറുകളുടെ കുറവും അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 11-ാം തീയതി കാലത്ത് 10:30 മണിക്ക് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഒരു PWD, ഇറിഗേഷൻ, അതുപോലെ ജില്ലാ കൃഷി ഓഫീസർ ഈ 3 വിഭാഗങ്ങളെയും ഒരുമിച്ച് പിടിച്ചിരുത്തി ഒരു ചർച്ച നടത്തി എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. മനക്കുടി പുള്ള റോഡിലെ വാരിയംകോൾ പാടശേഖരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 600 മീറ്റർ ദൂരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടും ഇത് ഉയർത്തിയാൽ മറ്റു പടവുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും വിവിധ വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തുമെന്നും MLA പറഞ്ഞു. കൂടാതെ വിളക്കുമാടം പടവിൽ വെള്ളം ഒഴുക്കിക്കളയുന്നതിനാവശ്യമായ മോട്ടോറുകൾ വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നും MLA അറിയിച്ചു. വാർഡംഗം K. രാഗേഷ്, KL ജോസ്, PR ശക്തിധരൻ, കുറുവത്ത് പുഷ്കരൻ, KK അശോകൻ, KR സുധാകരൻ, ഓമന അശോകൻ, അശോകൻ പനമുക്കത്ത് എന്നിവരും MLAയ്ക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. CPIM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഗമവും കബഡി നൈറ്റും സംഘടിപ്പിച്ചു. അണ്ടത്തോട് സെന്ററിൽ NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. DYFI തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെയും പല്ലിശ്ശേരി ശാന്തി ഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാരവാൻ ക്യാമ്പ് നടത്തി. ഇടവക വികാരി ഫാദർ ഫെബിൻ കൂത്തൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് KO റാഫേൽ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും ഡോക്ടർമാർ ക്ലാസ് എടുത്തു. രോഗപരിശോധന, ദന്തപരിശോധന, ഡിജിറ്റൽ ECG, എക്കോ സ്ക്രീനിംഗ് എന്നീ സംവിധാനങ്ങൾ സൗജന്യമായി ഒരുക്കിയിരുന്നു. ലാസർ CJ, HU തോമസ്, VH ലാസർ എന്നിവർ നേതൃത്വം നൽകി. ഇടവക അംഗങ്ങളും പരിസരവാസികളും പങ്കെടുത്തു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ 16, 17, 18 തീയതികളിൽ കേച്ചേരിയിൽ നടക്കുന്ന കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പതാക ദിനം ആചരിച്ചു. പതാക ദിനത്തിന്റെ ഭാഗമായി എരനെല്ലൂർ മൂരിയാംകുളത്തിനു സമീപം പ്രത്യേകം സജ്ജമാക്കിയ 24 കൊടിമരങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M ബാലാജി, ഏരിയ സെക്രട്ടറി MN സത്യൻ, ചലച്ചിത്രതാരം ഇർഷാദ് അലി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, സീതാ രവീന്ദ്രൻ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, TA ഫൈസൽ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ തുടങ്ങിയവരുൾപ്പെടെയുള്ളവർ പതാക ഉയർത്തി. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതീകമായി 24 പതാകകളാണ് ഉയർത്തിയത്. ഡിസംബർ 16, 17, 18 തീയതികളിലായി കേച്ചേരിയിൽ നടക്കുന്ന കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ, കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പ്രതിനിധി സമ്മേളനം, റെഡ് വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുയോഗം തുടങ്ങിയ പരിപാടികളോടെയാണ് ഏരിയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കേച്ചേരിയിൽ ഡിസംബർ 16, 17, 18 തീയതികളിൽ നടക്കുന്ന കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം CPIM തലക്കോട്ടുകര ബ്രാഞ്ച് കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മോസ്കോ നഗറിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തിയ കായിക മത്സരങ്ങളിലെ വിജയികൾക്ക് CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രാവിലെ ചന്തപ്പടി സെന്ററിൽ പ്രഭാതപേരിയും പതാക ഉയർത്തലും നടന്നു. മുതിർന്ന പാർട്ടി അംഗം PK കുമാരൻ പതാക ഉയർത്തി. കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം CL ചെറിയാൻ, പ്രവർത്തകരായ CK മുരളി, MK പ്രദീപ്, ഷാജി കൊയിലത്ത്, അബ്ദുൾ മുത്തലിഫ്, CK ബിജു, ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തയ്യൽ തൊഴിലാളികൾക്ക് ESI അനുവദിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മമ്മിയൂർ യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഗുരുവായൂർ മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ലിജി നിധിൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM സരസ്വതി അധ്യക്ഷത വഹിച്ചു. സംഘടനയിൽ 30 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ ആദരിച്ചു. MSCയിൽ 1ാം റാങ്ക് നേടിയ ശിശിര ചന്ദ്രശേഖരനെയും അനുമോദിച്ചു. ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ, യൂണിറ്റ് സെക്രട്ടറി സുധാ രവീന്ദ്രൻ, AP രാജു, ഷീജ സുധാകരൻ, വിജയ രാധാകൃഷ്ണൻ, M സത്യനാരായണൻ, TK ജയപ്രകാശ്, CD രഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും ഉണ്ടായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര താരം ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവങ്ങളിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകൾ പങ്കുവച്ചാണ് ഇർഷാദ് തന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശാരി ശിവൻ, ലളിത ഗോപി, അംഗങ്ങളായ KA വിശ്വംഭരൻ, TM മുഹമ്മദ് ഷാഫി, സിന്ധു ബാലൻ, KK മണി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KM വിനീത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണം, പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമ്പിലാവ് സ്മാഷ് ബാഡ്മിന്റൺ കോർട്ട്, വേലൂർ രാജാസ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട്, കുന്നംകുളം സീനിയർ ഗ്രൌണ്ട് എന്നിവിടങ്ങളിലായി ഡിസംബർ 16 വരെയാണ് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നത്. SNDP യോഗം കുന്നംകുളം യൂണിയനും വനിതാ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച ചതയ പ്രാർത്ഥനയും നാരായണീയ പാരായണവും CV ശ്രീരാമൻ ഹാളിൽ നടന്നു. രാവിലെ 8:30 മുതൽ ഗുരുകൃതികൾ ചൊല്ലി പ്രാർത്ഥന, പുഷ്പാഞ്ജലി, തുടർന്ന് നാരായണീയ പാരായണ യജ്ഞം നടന്നു. യൂണിയൻ വനിതാ സംഘം പ്രവർത്തക സമിതി അംഗങ്ങളായ ഓമന രാജൻ, ശൈലജ വിശ്വനാഥൻ, ജാൻസി ധർമ്മരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആത്മീയ സമ്മേളനം യൂണിയൻ സെക്രട്ടറി PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഇൻചാർജ് KM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം ചന്ദ്രൻ കിളിയാംപറമ്പിൽ, കൌൺസിലർ പ്രസന്നകുമാർ, അനിൽ മൂത്തേടത്ത്, ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് കോറളി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 6:30 കരുവന്തല ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ ശരണകീർത്തനങ്ങൾ അലയടിച്ച അന്തരീക്ഷത്തിൽ വിളക്കെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. അലങ്കരിച്ച രഥത്തിൽ ശ്രീധർമ്മ ശാസ്താവിനെയും വഹിച്ചുകൊണ്ടുള്ള വിളക്കെഴുന്നള്ളിപ്പിന് ചെറുശ്ശേരി സോമൻ നായരും സംഘവും വിളക്ക് പാർട്ടിയായി. പാലക്കൊമ്പും വഹിച്ച് നിരവധി താലങ്ങളുമേന്തിയുള്ള വിളക്കെഴുന്നള്ളിപ്പ് നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിലെത്തി സമാപിച്ചു. രാത്രി 7:30 മുതൽ ക്ഷേത്രത്തിൽ ഭജനയും ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരുന്നു. തുടർന്ന് ശാസ്താംപാട്ട് നടന്നു. പുലർച്ചെ 3 മണി മുതൽ തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട എന്നീ ചടങ്ങുകളോടെ വിളക്കിന് സമാപനമായി. മഹാരാഷ്ട്രയിൽ വെച്ച് നടക്കുന്ന 68ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള കബഡി സബ് ജൂനിയർ ആൺകുട്ടികളുടെ 5 ദിവസത്തെ പരിശീലനം GVHS പഴഞ്ഞി സ്കൂളിൽ സമാപിച്ചു. ടീം അംഗങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സ്പോർട്സ് കിറ്റ് വിതരണവും സ്കൂൾ PTA നേതൃത്വത്തിൽ യാത്രയപ്പും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി, ഹെഡ്മിസ്ട്രസ് മേഴ്സി മാത്യു, നജ്മുദ്ദീൻ, കബഡി കോച്ച് ലിജോ C ജോർജ്, കായികാധ്യാപകൻ സുജേഷ് എന്നിവർ സംസാരിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ഏനാമാവ് നെഹ്റു പാർക്കിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നു. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിരവധി ആളുകൾ ടൂറിസത്തിന്റെ പുതിയ മുഖമായി മാറിയ നെഹ്റു പാർക്കിൽ എത്തിച്ചേരുന്നുണ്ട്. കൂടുതൽ ആളുകളെ പാർക്കിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ DTPC ഏനാമാവിൽ പുതിയ സാഹസിക അനുഭവങ്ങൾ ആരംഭിക്കുകയാണ്. ബോട്ടുകളിലൂടെ ശാന്തമായ യാത്രകൾ ആസ്വദിക്കാവുന്ന സോളാർ സഫാരി, ആകർഷകമായ സാഹസികതയിൽ പങ്കുചേരാൻ കയാക്കിംഗ്, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പെഡൽ ബോട്ടുകളിൽ സഞ്ചാരം, വേഗതയുടെയും ആവേശത്തിന്റെയും അനുഭവം സ്വന്തമാക്കാൻ സ്പീഡ് ബോട്ടിൽ യാത്ര എന്നിവയാണ് ഏനാമാവിലെ പാർക്കിൽ ഇനി സാധ്യമാവുക. ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയെ തുടർന്ന് ജനുവരി ആദ്യവാരത്തിൽ തുടങ്ങുന്നതിനാണ് തീരുമാനം. ഞായറാഴ്ച രാവിലെ മുരളി പെരുന്നെല്ലി MLA ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനൊപ്പം സ്ഥലം സന്ദർശിച്ച് ട്രയൽ നടത്തി. പാർക്കിന്റെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ രാത്രി 8:30 വരെയാക്കി വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. നിലവിൽ 11 മണി മുതൽ 7 മണി വരെയായിരുന്നു സമയം.
ലഘുഭക്ഷണം ഉൾപ്പെടെ കൂടുതൽ സൌകര്യം ഒരുക്കുന്നതിന് പാർക്കിലെ കഫ്തീരിയ പ്രവർത്തന സജ്ജമാക്കും. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മറ്റ് ജനപ്രതിനിധികൾ, DTPC സെക്രട്ടറി വിജയ് രാജ് എന്നിവരും MLAയ്ക്കും കളക്ടർക്കുമൊപ്പം ട്രയലിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. ബീച്ച് ഓഫ് പാപ്പാളിയുടെ നേതൃത്വത്തിൽ ഒന്നാമത് അണ്ടർ-13 ഫൈവ്സ് ടൂർണമെന്റ് നടത്തി. ഷക്കീർ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും ഷെരീഫ് മേത്തി സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. SDPI പാപ്പാളി ബ്രാഞ്ച് പ്രസിഡന്റ് ആഷിഫ് മാലിക്കുളം ഉദ്ഘാടനം ചെയ്തു. മാസ്ക മന്നലാംകുന്ന് വിന്നേഴ്സ് ട്രോഫിയും വെസ്റ്റേൺ കുമാരൻപടി റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി. മികച്ച പ്ലെയറായി മാസ്ക മന്നലാംകുന്നിന്റെ മുബഷീറും മികച്ച ഗോളിയായി വെസ്റ്റേൺ കുമാരൻപടിയുടെ ഹഫീഫും തെരഞ്ഞെടുക്കപ്പെട്ടു. SDPI പുനർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, ജോയിന്റ് സെക്രട്ടറി തൗഫീഖ് മാലിക്കുളം, പാപ്പാളി ബ്രാഞ്ച് പ്രസിഡന്റ് ആഷിഫ് മാലിക്കുളം, സെക്രട്ടറി ആഷിഖ് പാപ്പാളി, റൌഫൽ ചെമ്മന്നൂർ എന്നിവർ ചേർന്ന് ട്രോഫികൾ കൈമാറി. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ 1000 കുടം ജലധാര അഭിഷേകം നടന്നു. മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് 1000 കുടം അഭിഷേകം നടക്കുന്നത്. മേൽശാന്തി സുധീഷ് സൂര്യമംഗലത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഹരിദാസൻ ചിറമനേങ്ങാട് നാമജപം നടത്തി. SML ബാബു, പ്രമേഷ്, ജയൻ, പ്രദീപ്, പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ നോക്കുകുത്തിയായെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ. ബാബേരി, ഗ്യാൻവാപി, ഷാഫി മസ്ജിദ്, സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുത് എന്ന പ്രമേയത്തിൽ വെൽഫെയർ പാർട്ടി മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലി ജംഗ്ഷനിൽ നടത്തിയ ആരാധനാലയ നിയമസംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാബറിക്ക് ശേഷം ഗ്യാൻവാപി, മധുര, ഷാഹി ഈദ്ഗാഹ്, അജ്മീർ, സമ്പൽ വരെ എത്തി നിൽക്കുന്ന സംഭവ വികാസങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ തന്നെ ആരാധനാലയ നിയമത്തെ നോക്കുകുത്തിയാക്കി നിർത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും സംഘപരിവാറിന്റെ അവകാശവാദങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ കോടതികളും ഭരണകൂടങ്ങളും ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. മണലൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TM കുഞ്ഞിപ്പ, ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് മണലി, സെക്രട്ടറി അബ്ദുൾ വാഹിദ് എന്നിവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അക്കിക്കാവ് സെന്ററിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KB തമ്പി മാസ്റ്റർ, P പ്രവീൺകുമാർ, KP ജയപ്രകാശ്, മണ്ഡലം ഭാരവാഹികളായ PM അബ്ബാസ്, KM പ്രമോദ്, ബാങ്ക് പ്രസിഡന്റ് V ഗിരീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ ബിജു കോലാടി, രേഖ ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. വില്യംസിൽ നിന്നും ആരംഭിച്ച പ്രകടനം തങ്ങൾപ്പടിയിൽ സമാപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഹിഷാം കപ്പൽ, അലി VP, VTR റഷീദ്, ബാബു AC, UN മൊയ്നു, മോഹനൻ, നൂറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടത്തി. ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്നും തുടങ്ങിയ പന്തംകൊളുത്തി പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം ഗുരുവായൂർ നിയോജകമണ്ഡലം UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. TH റഹീം, ഷോബി ഫ്രാൻസിസ്, KV ലാജുദ്ദീൻ, KS സന്ദീപ്, KK ഹിരോഷ്, KD പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. തങ്ങൾപ്പടിയിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഹുസൈൻ വലിയകത്ത് പതാക കൈമാറി. അഷ്റഫ് ചോലയിൽ, TM ഇർഷാദ്, മുക്താർ അറഫ, ബാദുഷ KCM, ഫാറൂഖ് ചോലയിൽ, ഫസലു എന്നിവർ നേതൃത്വം നൽകി. SDPI പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറ സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനം പാർട്ടി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗം യഹിയ മന്നലാങ്കുന്ന് ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കരിയ പൂക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റാഫി ഇല്ലത്തയിൽ, ജോയിന്റ് സെക്രട്ടറി തൗഫീഖ് മാലിക്കുളം, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, മറ്റ് ബ്രാഞ്ച് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പന്തംകൊളുത്തി പ്രകടനം മന്നലാങ്കുന്ന് സെന്ററിൽ നിന്നും ആരംഭിച്ച് മൂന്നൈനിയിൽ സമാപിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ കൊഴിങ്ങരയുടെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അഗലാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി കബീർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി ബാദുഷ മന്നലാങ്കുന്ന് തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഷാജഹാൻ സ്വാഗതവും ട്രഷറർ ഹുസൈൻ എടയൂർ നന്ദിയും പറഞ്ഞു.
പുന്നൂർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡിസിസി സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പി. രാജൻ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആൽത്തറ സെന്റർ ചുറ്റി കുന്നത്തൂരിൽ സമാപിച്ചു. പ്രതിഷേധ പരിപാടിക്ക് ടിപ്പു ആറ്റുപുറം, സലീൽ അറക്കൽ, KP ധർമ്മൻ, TM പരീദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സജീൽ ബാവുണ്ണി, കുഞ്ഞുമൊയ്തു, ഷംസു ചെറായി, മുഹമ്മദ് അലി, കബീർ തെങ്ങിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മന്ദലാംകുന്ന് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം ബദർപള്ളി എത്തി മന്ദലാംകുന്നിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ഹസൻ ഉദ്ഘാടനം ചെയ്തു. K. കമറുദ്ദീൻ, KK ഷുക്കൂർ, റാഷ് മുനീർ, മുജീബ് റഹ്മാൻ, ഉമ്മർ അറക്കൽ, അഹമ്മദ് ഷക്കാഫി, നവാസ്, ഷാഹു കറുത്താക്ക എന്നിവർ സംസാരിച്ചു. അക്ബർ നന്ദിയും പറഞ്ഞു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. DCC ജില്ലാ സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PT സുരേന്ദ്രൻ, കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, കടവലൂർ ബ്ലോക്ക് ട്രഷറർ PV കൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ അക്ബർ അലി, പ്രസാദ് PB, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു തുടങ്ങി മറ്റു ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. നന്മ കലാകായിക സാംസ്കാരിക സമിതി പ്രസിഡന്റ് PV അക്ബർ അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത രോഗനിർണയ സംവിധാനങ്ങളിലൂടെ നടത്തപ്പെട്ട ക്യാമ്പിൽ 70ഓളം പേർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ആരിഫ് KV, ജോയിന്റ് സെക്രട്ടറി ജഹാംഗീർ, സനിൽ സലീം, മുഹമ്മദ് ഇക്ബാൽ, മജീദ് പേനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 16, 17, 18 തീയതികളിലായി കേച്ചേരിയിൽ നടക്കുന്ന CPIM കുന്നംകുളം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് മണലി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മണലി നാഷണൽ LP സ്കൂളിൽ നടന്ന മെഹന്തി ഫെസ്റ്റ് ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ KS കരീം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം TP പ്രജീഷ് അധ്യക്ഷനായി. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗം TK വർഗീസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KA സൈഫുദ്ദീൻ, PS സന്ദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ജു പ്രേമദാസ്, ബ്രാഞ്ച് സെക്രട്ടറി PU ഷാഹിർ, PA നിംബാർ എന്നിവർ സംസാരിച്ചു. VM നിസാം, സിജി, ഷാൻഡി ടീച്ചർ, രമ വേലായുധൻ, MA റിൻഷാദ് എന്നിവർ നേതൃത്വം നൽകി. മത്സരത്തിൽ വെള്ളറക്കാട് സ്വദേശിനികളായ അസ്ന, ഹാദിയ എന്നിവർ 1ാം സ്ഥാനവും കേച്ചേരി സ്വദേശിനികളായ സന, റിസ്വാന എന്നിവർ 2ാം സ്ഥാനവും ചിറനല്ലൂർ സ്വദേശിനികളായ തംന, ഫിദ എന്നിവർ 3ാം സ്ഥാനവും നേടി. യാക്കോബായ സുറിയാനി സഭ അഖില മലങ്കര മർത്താ മറിയം വനിതാ സമാജത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മർത്താ മറിയം വനിതാ സമാജം ഇടവക തലത്തിലുള്ള കലാമത്സരങ്ങൾ നടത്തി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. പള്ളി സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മാനേജിംഗ് കമ്മിറ്റി അംഗം CV ഷാബു, വനിതാ സമാജം സെക്രട്ടറി ജെറീന ബിജു, ജോയിന്റ് സെക്രട്ടറി ജോബിൾ ഷാബു എന്നിവർ സംസാരിച്ചു. സംഗീതം, ആരാധനാഗീതം, സുറിയാനി ആരാധനാഗീതം, പ്രസംഗം, തങ്കവാക്യം എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സൺഡേ സ്കൂൾ അധ്യാപകരായ സൂസൻ സക്കറിയ, ജീസ് തങ്കച്ചൻ, ഷിജി ബാബു, സന്ധ്യ സുജീഷ്, തങ്കച്ചൻ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, വൈസ് പ്രസിഡന്റ് LC തമ്പി, സെക്രട്ടറി ജെറീന ബിജു, ജോയിന്റ് സെക്രട്ടറി ജോബിൾ ഷാബു, ട്രഷറർ ജിനു നോബി എന്നിവർ നേതൃത്വം നൽകി. കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA കുണ്ടന്നൂർ യൂണിറ്റ് സമ്മേളനം മങ്ങാട് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാമില അഷ്റഫ് അധ്യക്ഷയായി. യൂണിറ്റ് സെക്രട്ടറി CV ശ്രീവിദ്യ വാർഷിക റിപ്പോർട്ടും ട്രഷറർ BJ ജെൻസി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗം PV LC തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സെക്രട്ടറി CV ശ്രീവിദ്യ, പ്രസിഡന്റ് ഷാമില അഷ്റഫ്, ട്രഷറർ BJ ജെൻസി എന്നിവരെ തെരഞ്ഞെടുത്തു. വയോധികർക്ക് അർഹമായ സഹായം സർക്കാർ വിതരണം ചെയ്യാൻ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ചീരംകുളം അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് ഉടുക്കുപാട്ടും താലമേന്തിയ മാളികപ്പുറങ്ങളും ഗജവീരന്മാരും അകമ്പടിയായി ചെമ്മണ്ണൂർ ആലക്കൽ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം, തിരിയൊഴിച്ചിൽ എന്നീ ചടങ്ങുകളുമുണ്ടായി. മരത്തംകോട് ജ്യോതിപ്രകാശ് സ്വാമിയുടെ മകൻ ജയദേവൻ സ്വാമിയും സംഘവും വിളക്ക് യോഗക്കാരായി. ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദൂട്ടും ഉണ്ടായിരുന്നു.
കാനം രാജേന്ദ്രന്റെ 1ാം ചരമവാർഷികം വടക്കേക്കാട് സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആചരിച്ചു. സെക്രട്ടറി VM മനോജ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി T ഭാസ്കരൻ പതാക ഉയർത്തി. KV ജിതേഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK സത്യൻ, ബിജു കണ്ടംപൊള്ളി, സുനിത ജിതേഷ്, KV വിജേഷ് എന്നിവർ പങ്കെടുത്തു. പുതുരുത്തി വിശുദ്ധ 10ാം പിയൂസ് ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് മുന്നോടിയായി നിർമ്മിച്ച ഗ്രേസ് വാലി ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഇടവക വികാരി ഫാദർ ജിയോ ചിരിയൻ കണ്ടത്ത്, വടക്കാഞ്ചേരി ഫൊറോന വികാരി റവറന്റ് ഫാദർ വർഗീസ് തരകൻ, എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഫാദർ സിനോജ് നീങ്കോവിൽ, ഫാദർ സിൻഡോ പൊന്നേക്കാടൻ, കൈക്കാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ 9ാം വാർഡിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി സൗജന്യ മെഡിറ്റേഷൻ യോഗ ക്ലാസിന് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. സുമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അരവിന്ദാക്ഷൻ, മുരളീധരൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. വടക്കേക്കാട് ICA ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ വിതരണവും വിവിധ ഇന്റർ സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായവർക്ക് വിക്ടറി സെറിമണിയും നടത്തി. ICA പ്രസിഡന്റ് OM മുഹമ്മദ് അലി ഹാജി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊമേഴ്സ് ക്ലബിന്റെയും ഫോട്ടോഗ്രാഫി ക്ലബിന്റെയും നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി കൊമേഴ്സ് എക്സിബിഷനും സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി, ഹയർ സെക്കൻഡറി അക്കാദമിക് കൺവീനർ KV അബ്ദു, PTA പ്രസിഡന്റ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടോൾ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 3-ന് ആരംഭിച്ച 23ാമത് പരുമല പദയാത്ര ശനിയാഴ്ച വൈകിട്ട് പരുമല പള്ളിയിലെത്തി. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പദയാത്ര പരുമല തിരുമേനിയുടെ കബറിങ്കൽ എത്തിച്ചേർന്നത്. ഡിസംബർ 8-ന് രാവിലെ കുർബാനയ്ക്ക് ശേഷം കലണ്ടർ പ്രകാശനവും തുടർന്ന് നേർച്ച വിളമ്പലും ഉണ്ടായി. കുന്നംകുളം സിൻസിയർ ഷോപ്പ് ഉടമയും ജമാഅത്തെ ഇസ്ലാമി അംഗവും പെരുമ്പിലാവിലെ ജീവകാരുണ്യ പ്രവർത്തകനുമായ പെരുമ്പിലാവ് വള്ളിയിൽ ദാറുസലാം പരേതനായ മുഹമ്മദ് മകൻ ഹൈദ്രോസ് മുഹമ്മദ് നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം പരുവക്കുന്ന് പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ മറിയമാണ് ഭാര്യ. ഷെഫീഖ്, ഷിഫ, ഷുക്കൂർ, ഷാക്കിറ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 35ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ വീണ്ടും മുത്തമിട്ട തൃശൂർ ഈസ്റ്റ് ഉപജില്ല. 906 പോയിന്റ് നേടിയ ഇരിങ്ങാലക്കുട ഉപജില്ല 2ാം സ്ഥാനത്ത്, ആതിഥേയരായ കുന്നംകുളം ഉപജില്ല 3ാമത്. കലോത്സവ കാഴ്ചകളുടെ സമഗ്ര കവറേജിന് CCTVക്ക് ആദരം. ഗുരുവായൂർ ഏകാദശി എഴുന്നള്ളിപ്പ് ഹൈക്കോടതി വിധി പാലിച്ച് നടത്താൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഏകാദശി ദിവസം രാവിലെ 9 മണിക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനയോടെയുള്ള എഴുന്നള്ളിപ്പും ഗജരാജൻ കേശവൻ അനുസ്മരണവും ഹൈക്കോടതി വിധി പാലിച്ച് നടന്നു. ചോട്ടിലപ്പാറ നിവാസികളുടെ സ്വപ്നം പൂവണിയുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,90,00,000 രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. യാക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. മലങ്കര മെത്രാപ്പൊലീത്തയും എപ്പിസ്കോപ്പൽ സുനഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ബാവയാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.